The U.S. will take over the Gaza Strip, and we will do a job with it too. We'll own it and be responsible for dismantling all of the dangerous unexploded bombs and other weapons on the site, level the site and get rid of the destroyed buildings, level it out, create an economic development that will supply unlimited numbers of jobs and housing for the people of the area. Do a real job, do something different. Just can't go back. If you go back, it's going to end up the same way it has for 100 years. മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. നിങ്ങൾ കേട്ടില്ലേ, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ തൊട്ടടുത്ത് നിർത്തിക്കൊണ്ട് ലോകത്തോട് പ്രഖ്യാപിച്ചതാണ് നിങ്ങൾ കേട്ടിട്ടുള്ളത്. അദ്ദേഹം കൃത്യമായിട്ട് ഗാസൻ ജനതയോട് പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു. നിങ്ങൾ ഗാസ വിട്ട് പോവണം. നിങ്ങൾ ഗാസ വിട്ട് പോയിട്ടില്ലെങ്കിൽ കഴിഞ്ഞ 100 വർഷം ഗാസ എത്തരത്തിലുള്ള ദുരിത ജീവിതമായിരുന്നോ അതേപോലെ തന്നെ ഇനിയും മുന്നോട്ട് ഉണ്ടാവുകയുള്ളൂ. അതേസമയം നിങ്ങൾ ഗാസ വിട്ട് പോവുകയാണെങ്കിൽ പൊട്ടാത്ത ബോംബുകള്, കോൺക്രീറ്റ് കൂമ്പാരങ്ങള് സകലതും ക്ലീൻ ചെയ്ത് നമുക്ക് പുതിയ ഗാസ പടുത്തുയർത്താമെന്ന് അദ്ദേഹം കൃത്യമായിട്ട് ഗാസൻ ജനതയോട്, ലോകത്തോട് പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു. ഈ ഒരു പ്രഖ്യാപനം പുറത്തു വന്നതോട് കൂടിയിട്ട് ആഗോളതലത്തിലുള്ള ജിഹാദി അനുകൂല ക്യാമ്പുകളിൽ വലിയ പൊട്ടിത്തെറികളാണ്. വലിയ രീതിയിൽ ചർച്ചകൾ അവര് സംഘടിപ്പിക്കുന്നുണ്ട്. ഡൊണാൾഡ് ട്രംപ് ഗാസയെ പിടിച്ചെടുക്കുന്നു എന്ന രീതിയിൽ ഇരവാദവുമായിട്ടും ഒരുപാട് ആളുകൾ രംഗത്തെത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ വീരവാദങ്ങളും മറ്റു തരത്തിലുണ്ട്. നമുക്ക് അതിലേക്കൊക്കെ പോവാം. സകല ആളുകളും ഇപ്പോ ഡൊണാൾഡ് ട്രംപ് ഇങ്ങനെ തോന്നിയതുപോലെ പ്രഖ്യാപനങ്ങൾ നടത്തുന്നത് ശരിയല്ല, അതെങ്ങനെ അംഗീകരിക്കാൻ സാധിക്കുക എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അവരോടൊക്കെ തന്നെ പറയാനുള്ളത്, ഡൊണാൾഡ് ട്രംപിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിന്റെ തൊട്ടു പിന്നാലെ ഈ കാനഡയോടും മെക്സിക്കോയോടും കൃത്യമായിട്ട് ഡൊണാൾഡ് ട്രംപ് ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു. അതൊക്കെ തന്നെ നിരസിച്ച സമയത്ത് കാനഡക്ക് മുന്നിലേക്ക്, മെക്സിക്കോയുടെ മുന്നിലേക്ക് കൃത്യമായി ടാക്സ് വർധന വെച്ചുകൊണ്ട് അവര് പിന്നീട് നമ്മൾ കണ്ടു ആ വർധനവും ഉപരോധവും ഒക്കെ മുന്നോട്ട് വെച്ചതോട് കൂടിയിട്ട് കാനഡയും മെക്സിക്കോവും മുട്ടുമടക്കി. അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ടുള്ള ഡൊണാൾഡ് ട്രംപിന് ഏത് തരത്തിലാണോ താല്പര്യങ്ങള് അതിലേക്ക് കാനഡയും മെക്സിക്കോയും എത്തിയത് നമ്മളൊക്കെ തന്നെ കണ്ടത് കഴിഞ്ഞ ദിവസങ്ങളിൽ മാത്രമാണ്. ഇതൊക്കെ മുൻനിർത്തിക്കൊണ്ടു തന്നെയാ പറയുന്നത് അമേരിക്ക, ഡൊണാൾഡ് ട്രംപ് വലിയ പ്രഖ്യാപനം നടത്തിയത് വെറുതെയല്ല. ഗാസ അമേരിക്ക തന്നെ പുനർനിർമ്മിക്കും. അമേരിക്ക വേണമെങ്കിൽ സകല സൈനിക സംവിധാനങ്ങളും അവിടെ ഉപയോഗിക്കുമെന്നും ഡൊണാൾഡ് ട്രംപ് കൃത്യമായിട്ട് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരുപാട് ആളുകൾ വീരവാദം ഉന്നയിക്കുന്നുണ്ട് ഈ ജിഹാദ് അനുകൂല ക്യാമ്പുകളിൽ. പ്രത്യേകിച്ച് കേരളത്തിലെ മാധ്യമങ്ങളുടെ ഈ കമന്റ് ബോക്സുകളിലൊക്കെ കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് തന്നെ ഗാസയെ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല, പിന്നെയാണോ ഡൊണാൾഡ് ട്രംപിന് എന്ന ചോദ്യമൊക്കെയാണ് ഒരുപാട് മൊണ്ണകള് ചോദിക്കുന്നത്. അവരോടൊക്കെ തന്നെ പറയാനുള്ളത്, ഇന്ന് ഗാസയിൽ കാണുന്ന കോൺക്രീറ്റ് കൂമ്പാരങ്ങളിലേക്ക്, ഗതികെട്ട അവസ്ഥയിലേക്ക് ഗാസ എത്താനുള്ള കാരണം എന്താ? ഹമാസ് ഇസ്രായേലിനെ ചൊറിഞ്ഞത് കൊണ്ടാ. ഈ ഗതികെട്ട അവസ്ഥയിലേക്ക് എത്തിച്ചത് ഇസ്രായേലാണ്. എന്നിട്ടും ഇസ്രായേലിനെ കൊണ്ടൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല എന്നൊക്കെ പറയാൻ ഇവിടെയുള്ള മൊണ്ണകൾക്കൊന്നും യാതൊരു ബോധവുമില്ലേ? ഇനിയിപ്പോ സകലരും കൂടി ഡൊണാൾഡ് ട്രംപിന്റെ പിന്നാലെയാ. ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലെത്തിയതിനു ശേഷം ഒരു തരത്തിലും അമേരിക്കൻ സൈനിക സംവിധാനങ്ങളൊന്നും ഗാസയിലേക്ക് പോയിട്ടൊന്നുമില്ല. ഇനി അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നുണ്ട് വേണമെങ്കിൽ സൈനിക സംവിധാനം ഉപയോഗിക്കുമെന്ന്. അത് പുനർനിർമ്മിക്കാനാണ് നിലവിൽ ഡൊണാൾഡ് ട്രംപ് കൃത്യമായിട്ട് മുന്നോട്ട് വെക്കുന്നത്. അതിന് ഹമാസ് ഒക്കെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി അമേരിക്കയോട് ചൊറിയാൻ നിന്നാൽ ഗാസ പൂർണ്ണമായിട്ട് അമേരിക്ക അങ്ങ് കൊണ്ടുപോകും എന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം. ഇവിടെ വലിയൊരു ഇരട്ടത്താപ്പുമായിട്ട് അറബ് ലോകം ഒരുമിച്ചിട്ടുണ്ട്. അറബ് ലോകം ഒരേ സ്വരത്തിൽ വിളിച്ചു പറയുന്നുണ്ട്. എന്താ പറയുന്നത്? ഗാസൻ ജനതയുടെ ജന്മാവകാശമാണ്, അവരുടെ ജന്മനാടാണ് ഈ ഗാസ, അവിടെ നിന്ന് പറഞ്ഞേക്കുന്നത് ശരിയല്ല എന്നൊക്കെയാണ് ഇപ്പോ അറബ് ലോകം ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് വെക്കുന്നത്. ഇവർക്കൊക്കെ യഥാർത്ഥത്തിൽ ഹമാസിനോടാണോ പ്രിയം? യഥാർത്ഥത്തിൽ ഗാസൻ ജനതയോട് എന്തെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു അറബ് രാജ്യം 20 ലക്ഷത്തിലധികം വരുന്ന ഗാസൻ ജനതയെ സ്വീകരിക്കണ്ടേ?
ഈ കോൺക്രീറ്റ് കൂമ്പാരങ്ങളിൽ എങ്ങനെയാണ് ഗാസൻ ജനതയുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക? ഈ ഗാസയിൽ ഇപ്പൊ കോൺക്രീറ്റ് കൂമ്പാരങ്ങൾ മാത്രമാ ഉള്ളത്. ആ ജനതയെ അവിടെ നിന്ന് മാറ്റിയാൽ മാത്രമേ അവിടെ പുനർനിർമ്മിക്കാൻ സാധിക്കൂ. ഒക്കെ പോട്ടെ, ഇനി ഞങ്ങൾക്ക് അമേരിക്കയുടെ യാതൊരു സഹായവും വേണ്ട എന്ന് എന്തുകൊണ്ടാ അറബ് ലോകം ഒരു പ്രഖ്യാപനവും നടത്താത്തത്? ഞങ്ങൾ നിർമ്മിച്ചോളാം, ഗാസയിൽ ഞങ്ങൾ പുനർനിർമ്മിച്ചോളാം, ഗാസൻ ജനത ഞങ്ങളുടെ പ്രിയപ്പെട്ടതാണ്, ഞങ്ങൾ സകലതും ചെയ്തോളാം എന്ന് എന്തുകൊണ്ടാ ഒരു അറബ് രാജ്യവും പറയാത്തത്? ഒരറബ് രാജ്യവും അത്തരത്തിൽ പ്രഖ്യാപനം നടത്തുന്നില്ല. ഇവിടെ മാനുഷിക പരിഗണന വെച്ച് മനുഷ്യത്വം മുൻനിർത്തിക്കൊണ്ട് ഡൊണാൾഡ് ട്രംപ് അല്ലേ പ്രഖ്യാപനങ്ങൾ നടത്തുന്നത്? ഞങ്ങൾ ഏറ്റെടുത്തോളാം, ഞങ്ങൾ പുനർനിർമ്മിച്ചോളാം. ഇത് കൃത്യമായിട്ട് അമേരിക്ക പറയുമ്പോൾ സകലരും അമേരിക്കക്കെതിരെ. അതെനിക്ക് തീരെ മനസ്സിലാവുന്നില്ല. ഒരു അറബ് രാജ്യം പോലും രംഗത്തെത്തിയിട്ട് എന്തുകൊണ്ടാ ഈ ഗാസൻ ജനതയെ ഞങ്ങൾ നോക്കാമെന്ന് പറയാത്തത്? എന്നിട്ട് മുടന്തൻ ന്യായം. ആ മുടന്തൻ ന്യായം എന്തുകൊണ്ടാ മുന്നോട്ട് വെക്കുന്നത്? ജന്മനാടാണ്, ജന്മാവകാശമാണ്, ഗാസ അവിടെ ആ ജനത അവിടെ തുടരട്ടെ എന്നൊക്കെ പറയുന്നത്. അമേരിക്കൻ സൈന്യം ഇറങ്ങി ഗാസ അങ്ങ് പിടിച്ചാൽ ഹമാസ് പിന്നെ എന്ത് ചെയ്യും? യഥാർത്ഥത്തിൽ അറബ് രാജ്യം ഹമാസിനെ അല്ലേ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഗാസൻ ജനതയാണോ? നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ജോർദാനും ഈജിപ്തും ഈ ഗാസൻ ജനതയെ സ്വീകരിക്കണമെന്ന് ഡൊണാൾഡ് ട്രംപ് കൃത്യമായിട്ട് നിരന്തരം പ്രഖ്യാപനങ്ങൾ നടത്തുന്നു. ജോർദാനും ഈജിപ്തും സകല അറബ് രാജ്യങ്ങളും ഒരേ സ്വരത്തിൽ പറയുന്നു ഞങ്ങൾക്ക് സ്വീകരിക്കാൻ സാധിക്കില്ല എന്ന്. അവര് സ്വീകരിച്ചാൽ വേറൊരു പ്രശ്നമുണ്ട്. ഈ ഗാസൻ ജനത ഈ അറബ് രാജ്യങ്ങൾ ഏതെങ്കിലും സ്വീകരിച്ചാൽ അവിടെ വീണ്ടും തീവ്രവാദവും സകലതും വളരും എന്നുള്ളത് അറബ് രാജ്യങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് അവർക്ക് സ്വീകരിക്കാൻ ഒരിക്കലും ആവില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യ. ഈ യഥാർത്ഥത്തിൽ ഗാസൻ ജനതയോട് അറബ് രാജ്യങ്ങൾ ഏതെങ്കിലും ഒരു അറബ് രാജ്യത്തിന് താല്പര്യമുണ്ടെങ്കിൽ ഗാസൻ ജനതയെ സ്വീകരിക്കൂ, കുറച്ചു കാലത്തേക്കല്ലേ. ഇനി അതല്ല, അമേരിക്കയുടെ ഒരു സഹായം വേണ്ട എന്ന തുറന്ന പ്രഖ്യാപനം സകല അറബ് രാജ്യങ്ങളും ഒരുമിച്ച് ഒന്ന് പ്രഖ്യാപിക്കും. എന്നിട്ട് ഗാസൻ ജനത അവരുടെ ജന്മാവകാശം പോലെ അവരവിടെ തന്നെ നിൽക്കട്ടെ. നിങ്ങൾ അവിടെ പോയിട്ട് ബിൽഡിങ്ങുകളും സകലതും ഒന്ന് നിർമ്മിച്ചു കൊടുക്കൂ. നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാസൻ ജനതയല്ലേ. ഈ ജിഹാദികളൊക്കെ, ഇവിടെയുള്ള ജിഹാദ് അനുകൂല മൊണ്ണകളോടൊക്കെ പറയാനുള്ളത് അമേരിക്ക കൃത്യമായിട്ട് ഗാസൻ ജനതയെ സഹായിക്കാമെന്നാണ് നിലവിൽ പറയുന്നത്. അതൊക്കെ ഒന്ന് ഒരു ബോധത്തോടു കൂടി മനസ്സിലാക്കാൻ ശ്രമിക്കൂ. ഹമാസ് എന്ന ഭീകര സംഘടനക്ക് അവിടെ ഒരു തരത്തിലും അനങ്ങാൻ സാധിക്കില്ല. ഇനി അമേരിക്കൻ സൈന്യം ഈ ഗാസയിലേക്ക് ഇറങ്ങുമെന്ന് തന്നെയാ അമേരിക്കയുടെ തുറന്ന പ്രഖ്യാപനം. ഏതായാലും ഹമാസിനെ കൊണ്ട് ഗാസൻ ജനതയ്ക്ക് വലിയ ഗുണ കിട്ടിയതായാലും ഇന്ന് ഗാസൻ ജനത അനുഭവിക്കുന്ന സകല ദുരിതവും ഹമാസിനാലാ. ഇപ്പൊ ഹമാസിന്റെ അവസ്ഥ എന്താ? 2023 ഒക്ടോബർ 7 വരെ ഈ ഗാസ അടക്കി ഭരിച്ചിരുന്നത് ഹമാസാ. ഇന്ന് കയ്യിൽ ഒരു ചൂക്കില്ലാത്ത ഗതികെട്ട അവസ്ഥയിലേക്കാണ് ഹമാസ് എത്തി നിൽക്കുന്നത് എന്നുള്ളത് സകല ആളുകളും സന്തോഷത്തോടു കൂടി തന്നെ തിരിച്ചറിഞ്ഞോളൂ.